ധനഞ്ജയ് ശങ്കറിൻ്റെ ഡെബ്യൂ ഡിറക്ഷൻ ദിലീപ് പ്രധാന വേഷത്തിലെത്തിയ സിനിമ. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഭയഭക്തി ബഹുമാനം എന്ന സിനിമയുടെ റിവ്യൂ ആയിട്ട് വന്നതല്ല, എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ആദ്യം തന്നെ എനിക്ക് വലിയൊരു മണ്ടത്തരം പറ്റിപ്പോയി. ഈ സിനിമ ഫസ്റ്റ് ഡേ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഈ സിനിമ ആണെങ്കിൽ ഫസ്റ്റ് ഡേ കാണുമായിരുന്നു, ഇല്ലെങ്കിൽ ഒരു വലിയ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോയി കാണാൻ പറ്റിയ ഭയങ്കര ഒരു എന്താ പറയുക അടിച്ചുപൊളി പടമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഈ പടത്തിൻ്റെ കുറ്റം പറയുന്നവർക്ക് കുറ്റം പറയാം, ഇതൊരു പടമാണോ, ഇങ്ങനെയൊക്കെയാണോ സിനിമ എടുക്കുന്നത് എന്നൊക്കെ ചോദിക്കാമെങ്കിലും ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഇനിയിപ്പോൾ എനിക്ക് തലച്ചോറില്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ എന്തോ ഇതെനിക്ക് ആക്ച്വലി ഞാൻ എൻജോയ്ഡ് ചെയ്തു. കാരണം ഈ പടത്തിൽ വന്ന കോമഡീസ് ആവട്ടെ, റെഫറൻസ് ആയിക്കോട്ടെ, ആൻഡ് ഈ പടത്തിലെ പല സിനിമകളുടെ റെഫറൻസ് ആയിക്കോട്ടെ, എനിക്ക് കണക്റ്റായി, ഞാൻ എൻജോയ് ചെയ്താണ് കണ്ടത്. പക്ഷേ ഇതൊരു മാസ് ക്രൗഡിനോടിരുന്ന് കാണാൻ നേരത്ത് കിട്ടുന്നൊരു വൈബ് വളരെ വലുതാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഈ പടത്തിൻ്റെ പേര് മുമ്പ് തന്നെ എഴുതി കാണിക്കുന്നത് നോ ലോജിക് ഓൺലി മാഡ്നസ് എന്നാണ്. അതുപോലുള്ളൊരു കഥയാണ്. കാരണം ഈ സിനിമ വരുന്ന കഥാപാത്രങ്ങൾ അരപ്പിരിയും ഉരുപ്പിഴി മുക്കാപ്പിഴി മുഴുപ്പിഴിയും പോയി കിടക്കുന്ന കുറേ കഥാപാത്രങ്ങളുള്ള ഒരു സിനിമയാണ്. സോ ആ കഥാപാത്രങ്ങളെല്ലാം തന്നെ അങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. ദിലീപ് ആയിക്കോട്ടെ, വരുന്ന എല്ലാ കഥാപാത്രങ്ങളും കുറച്ച് നൊസ്സായിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അതുപോലെ തന്നെ എഴുതിയിരിക്കുന്നത് ഒരു അടിച്ചുപൊളി പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പേഴ്സണലി ഞാൻ എൻജോയ് ചെയ്തു, ഒരുപാട് ചിരിച്ചു ആക്ച്വലി. അതുപോലെ നമ്മുടെ ലാലേട്ടൻ്റെ ക്യാമിയോ, അതൊരു എന്താ പറയുക, ഒരു അടിപൊളി സാധനമായിരുന്നു. പുള്ളിയുടെ എൻട്രി ആയിക്കോട്ടെ, കുറേ നാൾക്ക് ശേഷം പുള്ളി ഇങ്ങനെ ലൂസായിട്ട് നിന്ന പോലെ തോന്നി. ചിലയിടത്ത് എന്താ പറയുക, നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. പുള്ളി ഭയങ്കര ലൂസായിട്ട് അങ്ങ് എന്താ പറയുക ഇത് എന്തിനു നോക്കാനെന്ന് പറഞ്ഞ് അഭിനയിച്ച കണക്കാണ്. ലാലേട്ടൻ മാത്രമല്ല, ഈവൻ ആ ലാലേട്ടൻ്റെ പോർഷൻസിൽ വരുന്ന മിക്ക ആക്ടേഴ്സും അഭിനയിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് നിങ്ങൾ എന്തുകൊണ്ടോ ചെയ്തോ, ഞാൻ അത് ഷൂട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞൊരു അവസ്ഥ എനിക്ക് ഫീൽ ചെയ്തു. എല്ലാവരും ഭയങ്കര കൂളായിട്ട് അത് കടന്നുപോയി. ഈവൻ ഗോകുലം ഗോപാലൻ, അദ്ദേഹവും ഇതിൻ്റെ അകത്തൊരു റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ ഇത് നോക്കുകയാണെങ്കിൽ നൂറിൻ ഷെരീഫ്, അതുപോലെ തന്നെ ഫാസിം സഫർ, അവരുടെ അവർ ചേർന്ന് എഴുതുന്ന ഫസ്റ്റ് സിനിമയും കൂടെയാണ്. നേരത്തെ ഉള്ള ഇതിൽ കഥയൊന്നുമില്ല. ഒരു സി എമ്മിനെ ഒരാൾ തട്ടിക്കൊണ്ട് പോകുന്നു. എന്തിനാണ് അയാൾ തട്ടിക്കൊണ്ടുപോയത് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. എന്താ പറയുക, അങ്ങനെയൊരു ഒരിടത്ത് കട തുടങ്ങി ഇന്നിടത്ത് കഥ അവസാനിച്ചു എന്ന് പറയുന്നൊരു കഥയല്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ എന്താ പറയുക, കുറേ ഭ്രാന്ത്, കുറേ തൂത്തുകടലടി, കുറേ സിനിമ റെഫറൻസ്, കുറേ റീൽസ് റെഫറൻസ്, ആൻഡ് എന്താ പറയുക, അങ്ങനെ കുറേ ചില്ല് മൂടായിട്ടിരുന്ന് കാണാൻ പറ്റിയ, കുറച്ച് നേരം ഒന്നിനെ പറ്റി ആലോചിക്കാതെ ആർത്ത് വിളിച്ച് കൂട്ടുകാരോടൊക്കെ പോയി തിയേറ്ററിൽ ഇരുന്ന് സിനിമ നടക്കാൻ നേരത്തെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളി, സിനിമയ്ക്കിടയിൽ തന്നെ നമുക്ക് ഡയലോഗ് വിളിച്ച് പറയാൻ പറ്റുന്ന, എന്താ പറയുക, ഒരു കസറാൻ പറ്റുന്ന ഒരു സിനിമ. അതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ് ബിറ്റ് മോർ എന്ന് തന്നെ പറയാൻ പറ്റും. ഭയങ്കര ഓവർ ദ ടോപ്പാണ്. ചില സീൻസൊക്കെ കാണാൻ നേരത്തെ ഇതൊക്കെ എന്തോന്ന് തോന്നുന്ന തരത്തിലുള്ള ഓവർ ദ ടോപ്പായിട്ടുള്ള, ചിലത്തെ ക്രിഞ്ചായിട്ടുള്ള, ഇവർ തന്നെ പറയുന്നുണ്ട് ഇത് ക്രിഞ്ചാണെന്നുള്ളത് ഇവർ തന്നെ പറയുന്നുണ്ട്. ആൻഡ് ചില കഥാപാത്രങ്ങൾ, ചില ആക്ടേഴ്സൊക്കെ വന്ന് ചുമ്മാ മാസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവർക്കൊരു മാസ് സീൻ അങ്ങനെ വെച്ചിട്ടുണ്ട് എന്ന് തോന്നുന്ന തരത്തിലുള്ള മാസ് സീൻസൊക്കെ, ചില സർപ്രൈസിങ് മാസ് സീൻസൊക്കെ സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നു. ആൻഡ് ചില എന്താ പറയുക ഇമോഷൻസൊക്കെ വരുന്ന സീൻസൊക്കെ എന്താ പറയുക, അത് ഓവർ ദ ടോപ്പ് ഇമോഷനാണ്. അത് അങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നതാണത്. അതൊന്നും ചെയ്യാനില്ലാത്ത രീതിയിൽ ചെയ്ത് വെച്ചെങ്കിൽ ഈ പേഴ്സണൽ ഫീൽ ചെയ്തു. ആൻഡ് ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവർക്ക് തീർച്ചയായിട്ടും അവർ മേ ബി സിനിമയെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കാണുന്ന, ഇങ്ങനത്തെ സിനിമകൾ മാത്രമേ ഞാൻ കാണൂ എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു ഫെസ്റ്റിവൽ ടൈമാണ്, ഒരു ക്രിസ്മസ് ടൈമാണ്. നമ്മൾ എന്തായാലും ഒരുപാട് പൈസ പൊട്ടിക്കും. ഈ ഒരു ദിവസം നമ്മൾ പൈസ നോക്കാറില്ല, മാക്സിമം പൈസ പൊട്ടിക്കുന്നവരാണ് ഈ ഒരു ക്രിസ്മസ് ടൈമിൽ. ആ ഒരു സമയത്ത് ഫ്രണ്ട്സായിട്ടൊക്കെ പോയി എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് തിയേറ്ററിൽ ആടിപ്പാടി ആ പാട്ട് വരുന്ന ഡാൻസൊക്കെ കളിച്ച് കാണാൻ പറ്റുന്ന ഒരു എൻജോയബിൾ ഫിലിമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ആൻഡ് മറ്റൊരു ദിവസം മറ്റൊരു കാണാം. അതുവരേക്കും ബൈ.